ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ അത്താഴ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ അത്താഴം കണ്ടാൽ എല്ലാവരും പറയും ഇതൊക്കെയാണോ അത്താഴമെന്ന്. ചിലപ്പോഴൊക്കെ ഏറ്റവും ലളിതമായ ഭക്ഷണങ്ങളാണ് ഏറ്റവും രുചിയുള്ളതും ശരീരത്തിന് നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ച മധുരക്കിഴങ്ങും അതിൻ്റെ കൂടെ ഒരു കിടിലൻ ഉള്ളിച്ചമ്മന്തിയുമാണ്. വീട്ടിൽ വലിയ ഒരുക്കങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ സമയം കുറവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഹെൽത്തിയായി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന കോമ്പിനേഷൻ ഇതാണ്: മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇന്ന് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അല്ലോ, ഇവിടെ ഞാൻ മധുരക്കിഴങ്ങ് നന്നായി കഴുകിയ മധുരക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്തതിന് ശേഷം കുക്കറിൽ അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഇതിന് 2 വിസിൽ അടിക്കുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വയ്ക്കാം. ശേഷം നമ്മുടെ താരമായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി നമുക്കിവിടെ തയ്യാറാക്കാം. അതിന് വേണ്ട ചേരുവകൾ: ചെറിയ ഉള്ളി ഒരു 10-15 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകാണ്. അപ്പോൾ അതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ വേവിക്കാൻ വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ വിസിലടിച്ചു. 2 വിസിലടിച്ച ശേഷം ഞാനത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി അരച്ച ഉള്ളിയിലേക്ക് നമുക്ക് വേണ്ട പുളി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. എങ്ങനെയാണ് നമുക്ക് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ. കഴിക്കുന്നവരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അരച്ച് എടുത്ത ആ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് വേണ്ട വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യും. ഇത് ആവശ്യത്തിന് നമുക്ക് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാവരും കുറച്ച് രുചി കൂടും. അതിനനുസരിച്ച് വെളിച്ചെണ്ണ കൂടി കുറച്ച് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക. പുളി കൂടി ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച കുറച്ചൊന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട ആ ഒരു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോടൊപ്പം നമുക്ക് ചമ്മന്തി കൂടി ചേർത്ത് വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡിന്നറാണ്. ചിലപ്പോഴൊക്കെ കൂടി വിഭവങ്ങളെക്കാൾ മനസ്സ് നിറയ്ക്കുന്നതും ഇങ്ങനെയുള്ള സാധാരണ ഭക്ഷണങ്ങളാണ്. ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ പോക്കറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ഈ കോമ്പിനേഷൻ ഉണ്ടാക്കാറുണ്ടോ? കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള ലളിതമായ ഹെൽത്തി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.